മമ്മൂക്കയുടെ 4ാമത്തെ ദേശീയ അവാർഡ്. മമ്മൂക്കക്ക് മാത്രമല്ല, ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് എടുത്തു പറയുകയാണെങ്കിൽ ഷഹനാസ് ജലാലിന് അവാർഡ് കിട്ടിയതിനകത്ത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അഗെയിൻ ഭ്രമയുഗത്തിന് തന്നെയാണ്. വൈക്കം വിജയലക്ഷ്മിക്കുണ്ട്, ഫാസിൽ മുഹമ്മദിനുണ്ട്. ഇവരെല്ലാവരും വളരെ പ്രിയപ്പെട്ടവരാണ്. ഒപ്പം നോമിനേഷനിലുണ്ടായിരുന്നു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാനും ഉച്ചയ്ക്കാണ് ഇങ്ങനൊരു അനൗൺസ്മെൻറ്റ് ഇന്ന് ഉണ്ടാവും അറിഞ്ഞത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. എന്തായാലും നോമിനേഷൻ ലെവൽ വരെയൊക്കെ എത്താൻ പറ്റിയത് തന്നെ വലിയൊരു പ്രിവിലേജ് ആയിട്ട് കാണുന്നു. പിന്നെ ഉറപ്പായിട്ടും അത് സംസ്ഥാന അവാർഡിൻ്റെ സമയത്തും ഞാൻ പറഞ്ഞിരുന്നതാണ്. അത് അദ്ദേഹത്തിനോടൊപ്പം ഷെയർ ചെയ്യാൻ പറ്റിയത് വലിയൊരു അഭിമാനകരമായൊരു നിമിഷമായിരുന്നു. എഗെയിൻ നോമിനേഷനിലേക്ക് വരുന്നു എന്ന് പറയുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. സമയമുണ്ട്. സിനിമകൾക്കും പ്രമേയത്തിനാണെങ്കിലും കൃഷ്ണന്റെയാണെങ്കിലും സിനിമയ്ക്കുള്ളിൽ തന്നെ വേറൊരു പ്ലേ നടന്ന് കളിക്കുന്ന ഒരു സിനിമകളായിരുന്നു രണ്ടും. സ്വാഭാവികമായിട്ടും അതെ, മലയാള സിനിമയ്ക്ക് ഇപ്പോൾ 2024 പേഴ്സണലി എനിക്കും ഒരുപാട് നല്ല വർഷമായിരുന്നു. ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റി. മലയാളത്തിൽ ഇപ്പോൾ എടുത്തു നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് എല്ലാ കാറ്റഗറിയിലും മലയാള സിനിമകൾ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നതും മഞ്ഞുമൽ ബോയ്സിനായിരുന്നു. മഞ്ഞുമൽ ബോയ്സിന് നമുക്ക് സ്റ്റേറ്റ് അവാർഡിന് ഒരുപാട് നോമിനേഷൻസ് വന്നിരുന്നതാണ്. നാഷണൽ അവാർഡ് ലെവലിലേക്ക് അത് വരാത്തതിനകത്തൊരു ചെറിയ സങ്കടമുണ്ട്. എന്തായാലും അദ്ദേഹത്തിനൊപ്പം നോമിനേഷനിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിൽ കൂടുതൽ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഓക്കെ, രണ്ടാമത്തെ ഗായികക്കാണ് അടുപ്പിച്ച് മലയാളത്തിൻ്റെ പുരസ്കാരം വരുന്നത്. പ്രത്യേകിച്ച് അട്ടപ്പാടിയിലേക്ക് ഒന്ന് പോയി രണ്ടാമത് വൈക്കം വിജയലക്ഷ്മി വന്നു. രാജ്യത്ത് തന്നെ ഏറ്റവും ചെറിയ പദവിയല്ല. അതെ, അതാ നമുക്ക് ആ ഏറമിലെ പാട്ട് കേട്ട് നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു ആ പാട്ട് എത്രത്തോളം ഇൻറ്റൻസ് ആണെന്നുള്ളത്. അത് ജയരാജ് സാർ മെൻഷൻ ചെയ്യുന്ന സമയത്തും ആ പാട്ടിനെ കുറിച്ച് എടുത്തും അതിൻ്റെ ഫീലിങ്സിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിരുന്നു. വളരെ ഉറപ്പായിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷിച്ചിരുന്നില്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു അറിഞ്ഞപ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ലൊക്കേഷനിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്തായാലും ഈ സിനിമയിൽ വന്ന് ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ നോമിനേഷൻ ലെവലിൽ വരെ എത്താൻ പറ്റിയെന്നുള്ളത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. താങ്ക് യു.